കെഎസ്ആർടിസിയിൽ ബസ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ച സിഎംഡി. ക്ഷാമം പരിഹരിക്കണമെങ്കിൽ 1900 ബസ്സുകൾ അടിയന്തരമായി വേണമെന്നാണ് ആവശ്യം. ബസ് വാങ്ങാൻ 1400 കോടിയുടെ വിദേശ ബാങ്ക് വായ്പയ്ക്ക് അനുമതി നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ബസ് വാങ്ങാനുള്ള പണം ജർമ്മൻ വികസന ബാങ്കായ KfW മുഖേന കണ്ടെത്തും. കൂടാതെ AIIB, ADB തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും ലോൺ എടുക്കുമെന്നും നിർദ്ദേശമുണ്ട്. വായ്പ എടുത്തു കഴിഞ്ഞാൽ 1000 കോടി ചെലവിൽ 2300 പുതിയ BS ബസ്സുകൾ വാങ്ങും. 400 കോടി മുടക്കി 200 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാമെന്നും MD സർക്കാരിന് നൽകിയ കത്തിലുണ്ട്. വായ്പ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി ആവശ്യമാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് ശ്രമം നടത്തുമെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. KSRTCക്ക് 5535 ബസ്സുകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. അതിൽ 3000-ലധികം വാഹനങ്ങൾ കാലാവധി പൂർത്തിയാക്കി ഷെഡിൽ കയറ്റേണ്ട വാഹനങ്ങളാണ്. എന്നാൽ ബസ് ക്ഷാമം KSRTC നേരിടുന്നതിനാൽ ഈ ബസ്സുകളുടെ ഫിറ്റ്നസ് തുടരെ പുതുക്കി നിരത്തിലിറങ്ങുകയാണ്. പ്രിയദർശിനി സൗജന്യയാത്ര കൂടി ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായത് KSRTCയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രിയദർശിനി ബസ്സുകൾ യാത്രാമധ്യേ പണിമുടക്കുന്നതും വഴിയിലാകുന്നതും സ്ഥിരം വാർത്തകളായി പുറത്തുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ബസ്സുകൾ എന്ന ആവശ്യവുമായി CMD രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.